സാറ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് തുടരുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ സാറിൻ്റെ വിലയിരുത്തൽ എന്താണ്? പല വിവാദങ്ങൾ നിറഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേലക്കര ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വയനാടും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇത്രയും വലിയ ആവേശമോ വിവാദങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില യുവ നേതാക്കളുടെ കൂറുമാറ്റവും ഒരു നേതാവ് കൂറുമാറിയ നേതാവ് മത്സരിക്കുകയാണ്, മറ്റൊരാൾ കോൺഗ്രസിലേക്കും പോയിട്ടുണ്ട്. പക്ഷെ ഇത് കേരള ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. സാറിന് ഈ അവസാന ഘട്ടം എങ്ങനെ സാർ ഈ ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നു? എന്നോട് ചോദിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഒരു അൺനെസസറി ഉപതെരഞ്ഞെടുപ്പ്. കാരണം നമ്മുടെ പാർലമെൻറ്റ് സംവിധാനത്തിൽ ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകൾ വന്ന് അതിൻ്റെ ചിലവും സംവിധാനങ്ങളും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ആ പ്രദേശത്തെയും ആ സ്റ്റേറ്റിലെയും ഒക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് മൊറട്ടോറിയം വരും, പലതും ബില്ല് മാറും, പല പ്രശ്നങ്ങളുണ്ട്. പുതിയ പദ്ധതി പ്രഖ്യാപിക്കാൻ കഴിയില്ല, അങ്ങനെ കുറേ പ്രശ്നം. അപ്പോൾ ഒരു 3-4 മാസക്കാലം ഇതിൻ്റെ പിറകിലായിരിക്കും മൊത്തം മിഷനറി. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ നമുക്ക് പുനർവിചിന്തനം നടത്തേണ്ട കാലമായി ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനിപ്പോൾ ഒരു MLA MP സ്ഥാനമുണ്ടെങ്കിൽ അത് അയാൾ മത്സരിക്കും. അയാൾക്ക് കാലാവധി പൂർത്തിയാക്കാതെ അദ്ദേഹത്തെ വേറെ ഒന്നിനും മത്സരിക്കാൻ പറ്റില്ല. MLA ആയാൽ 5 വർഷം പൂർത്തിയാക്കിക്കോണം, നിയമം ഉണ്ടാക്കാമല്ലോ. 5 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് വേറെ മത്സരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ മറ്റ് രാജ്യങ്ങളെ പോലെയല്ല, ആവശ്യത്തിന് ജനസംഖ്യയും നല്ല നേതാക്കളുമുള്ള രാജ്യമല്ലേ ഇന്ത്യ. രാജ്യമാണല്ലോ, ആവശ്യം പോലെ ആളുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ എന്താണ് ഒരു മന്ത്രി രാധാകൃഷ്ണൻ രാജിവെച്ചിട്ടാണ് പോയി മത്സരിച്ചത്. അപ്പോൾ ഷാഫി പറമ്പിൽ MP ആയിട്ട് നിന്നിട്ടാണ് പോയി മത്സരിക്കുന്നത്. അവിടെ തോറ്റ ഇവിടെ എടുക്കാം. ഇതെന്ത് കഥയാണ്? അത് തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു അശ്ലീലമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വേറെ കുറേ അശ്ലീലങ്ങളാണ് ഇവിടെ നടക്കുന്നത്, പാലക്കാട് നടക്കുന്നത്. ഇന്നലെ വരെ നിന്നൊരു പാർട്ടിക്കാരൻ നിന്നൊരാൾ വേറൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഇന്നലെ വരെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞവർ, ഇന്നലെ വരെ ചാനലുകൾ വന്നിരുന്ന് ആ തത്വശാസ്ത്രത്തെയൊക്കെ എതിർത്തവർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തെ എതിർത്ത ഡോക്ടർ സര്യൻ, ഇന്നിപ്പോൾ ഏറ്റവും വലിയ മാനസപുത്രൻ, നമുക്ക് കിട്ടാവുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം, രത്നം, എന്തൊക്കെയാണ് പറയുന്നത്? എന്താണ് രാഷ്ട്രീയം? അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ആളിൻ്റെ വരവ്. കസേര കൊടുത്തില്ല തെരഞ്ഞെടുപ്പിന്. കസേര കൊടുത്തിരുന്നെങ്കിൽ BJP നല്ലത്. അവിടെ ഒന്നാമതായി പ്രസംഗിച്ചിരുന്നെങ്കിൽ, ഒന്നാമതായി പറ്റത്തില്ല, കാരണം ഒരുപാട് നേതാക്കളുള്ളൊരു UDF ഒരു NDA യോഗമാണ്, അപ്പോൾ അത് പറ്റത്തില്ല ഒരിക്കലും. എന്നാലും ആദ്യം പ്രസംഗിപ്പിച്ചിരുന്നെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അദ്ദേഹം എന്ന വ്യക്തിയെ ജനങ്ങൾ അറിഞ്ഞത് ഈ പ്രസ്ഥാനം വളർത്തി മാത്രമല്ലല്ലോ, എല്ലാവരും അങ്ങനെയല്ലേ വരുള്ളൂ. പ്രസ്ഥാനമില്ലെങ്കിൽ നമ്മൾ കണ്ടതല്ലേ കരുണാകരൻ, നമ്മൾ കണ്ടതല്ലേ ഇന്ദിരാഗാന്ധി, കോൺഗ്രസ്സിലാണെങ്കിൽ ഇപ്പുറത്താണെങ്കിൽ എല്ലാ പാർട്ടിയിലും നമ്മൾ കാണുന്നതല്ലേ. ഗൗരിയമ്മ CPM-ൽ നിന്നപ്പോഴുള്ള ഗൗരിയമ്മ ആരാണ്? CPM നിന്ന് പുറത്തായപ്പോഴുള്ള ഗൗരിയമ്മമാരാണ്. ഇത്ര വലിയ നേതാവാണ് MP രാഘവൻ. പാർട്ടിയെ കൊണ്ടിവിടെ പാർട്ടിയും CMP എല്ലാം ഉണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് MP രാഘവൻ എങ്ങനെ ഇരിക്കുന്നു? CMP-യിലേക്ക് പോയ MP രാഘവൻ തന്നെ ഇരിക്കുന്നു. അല്ല, അതിപ്പോൾ തകർന്നൊന്നും അതാണ്. അത് ഒരു സംവിധാനമായിട്ട് ചെറിയ പാർട്ടി UDF-ൽ ഒരു ഘടകകക്ഷിയെ മാത്രമല്ല നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിലിരിക്കുമ്പോൾ പ്രസ്ഥാനമാണ് നമ്മളെ വളർത്തുന്നത്, നേതാക്കളെ സൃഷ്ടിക്കുന്നത് പ്രസ്ഥാനമാണ്. വ്യക്തിക്ക് കഴിവുണ്ട്, വ്യക്തിക്ക് വ്യക്തിപരമായിട്ടുള്ള എല്ലാ ഇതും അനുസരിച്ച് തന്നെ വളരും. വ്യക്തിക്ക് വെറും പ്രസ്ഥാനത്ത് പറയാൻ പറ്റത്തില്ല, പൊങ്ങതടിയെ പിടിച്ച് വളർത്തിക്കൊണ്ടൊരു ഇതല്ലല്ലോ. അപ്പോൾ നമ്മുടെ കഴിവും വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ കഴിവും പ്രസ്ഥാനത്തിൻ്റെ സാഹചര്യവും അവർ തരുന്ന അവസരവും എൻ്റെ കഴിവും രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ നേതാവാകുന്നത്. അപ്പോൾ ആ തരത്തിലും സന്ദീപ് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു രസകരമായ കാര്യമുണ്ട്. സന്ദീപ് പോയതിൻ്റെ ഭാഗമായി സന്ദീപിൻ്റെ കൂടെ പലരും പോകുമെന്ന് പറഞ്ഞാൽ ആരും പോയില്ല. ഇപ്പോൾ കൗൺസിലർമാർ സ്ത്രീകളും പലരും ആരും പോയിട്ടില്ല. പക്ഷെ അവർ വോട്ട് ചെയ്യാതിരിക്കുമോ? ഒരു ചോദ്യമുണ്ട്. കുറച്ച് പേരെങ്കിലും, ഇപ്പോൾ 10 പേര് 20 പേര് വെച്ച്. എനിക്കോ സന്ദീപ് വാര്യർ പോയതിനു ശേഷം BJP-യിൽ ഒരു ഐക്യമുണ്ടായിരുന്നു, കൂടുതലുണ്ടായെന്നാണ് തോന്നുന്നത്. ആ കൂടുതലുണ്ടായി BJP കൂടുതൽ ഒന്നുകൂടെ വിജിലൻ്റായി അവർ. പക്ഷേ വൈബ്രൻറ്റും വിജിലൻറ്റും ആയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിഷ്പക്ഷരായി നിൽക്കുന്ന ഇയാളും അവിടെ ആ പ്രദേശത്ത് അങ്ങോട്ടുള്ള ആളാണല്ലോ ഈ സന്ദീപ്. കുറച്ച് പേരെയൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ചെയ്ത് ഫോൺ ചെയ്തൊക്കെ ചിലപ്പോൾ ചേട്ടാ ഫോൺ വോട്ട് ചെയ്യാൻ പോകാതെയെങ്കിലും ഇരിക്കുമോ, നമുക്ക് വോട്ട് തരുമെന്ന് ചോദിക്കും, കോൺഗ്രസിന് തരില്ല എങ്കിൽ ചേട്ടൻ പോകാനെങ്കിലും ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ചില കൺഫ്യൂഷൻസ് ചിലപ്പോൾ അയാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. ഒരു മൈനോറിറ്റിയിലെങ്കിലും അത്യാവശ്യം ആളെ ബന്ധുമിത്രാദികളിലെങ്കിലും ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയെടുക്കുക. എന്നെ തകർത്തതാണ് പാർട്ടി, എന്നെ കൈകാര്യം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ പോകരുത്, ഇപ്രാവശ്യത്തേക്ക് ഒന്ന് ഒഴിഞ്ഞിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ചില സെൻറ്റ് ഡയലോഗ് അടിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേരുടെ വോട്ടിലൊക്കെ വ്യത്യാസം വരാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം മാറിപ്പോയത് കൊണ്ട് ഇതുവരെ വോട്ട് ചെയ്യാതിരുന്ന ചിലപ്പോൾ എന്ത് ചെയ്തെന്നും വരാം. ഈ അപ്പുറത്ത് ആളിന് പോയി വോട്ട് ചെയ്ത് നമുക്ക് ജയിപ്പിച്ചെടുക്കണം കൃഷ്ണകുമാറിനെ എന്ന് തോന്നുന്നതും വരാം. ഇതൊരു പൊളിറ്റിക്സ് ആണല്ലോ. പിന്നെ ക്രോസ് വോട്ടുണ്ട് ഇപ്പോൾ, അതിപ്പോൾ വളരെ രസകരമാണ്. പണ്ടാണെങ്കിൽ ഒരിക്കലും BJP CPM-ന് വോട്ട് ചെയ്യത്തില്ല, CPM BJP-ക്ക് വോട്ട് ചെയ്യത്തില്ല, തിരിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല.
കോൺഗ്രസ്സുകാർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച്, കാരണം അവരൊരു ജനാധിപത്യപരമായി ചിന്തിക്കുന്ന വേറൊരു പാർട്ടിയാണ്, അവർക്ക് അങ്ങനെ ഒരു കേഡർ പാർട്ടിയൊന്നുമല്ലല്ലോ. പക്ഷേ ഇത് പാലക്കാട് ചിലപ്പോൾ തിരിച്ച് സംഭവിക്കാം. അപ്പോൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിന് 3500 വോട്ടിനാണ് ആര് തോറ്റത്? ശ്രീധരൻ സാർ തോറ്റത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അവിടെ സംഭവിക്കും. ക്രോസ് വോട്ട് സംഭവിക്കാം. ആ ക്രോസ് വോട്ടിൻ്റെ ഗുണം ആർക്കാ കിട്ടുകയെന്ന് അറിയത്തില്ല. മാസീവായിട്ട് വോട്ട് ചെയ്യാൻ പോകാതിരിക്കാം, ഒരു ബാച്ചും വോട്ട് ചെയ്യാൻ പോകാതിരിക്കാം. പിന്നെ പണത്തിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ സ്വാധീനം എല്ലാ ഇലക്ഷനിലും ഉണ്ട്. പാലക്കാട് ഇലക്ഷനിൽ അത് സീരിയസ് ആയിട്ട് കാണാനും നമുക്ക് പറ്റുന്നുണ്ട്. പല വാദങ്ങളും, പല കുഴൽപ്പണത്തിൻ്റെ കേസ് പിടിക്കുന്നു, അവിടെ പിടിക്കുന്നു, റെയ്ഡ് നടത്തുന്നു, വേണ്ട കുഴപ്പമാണ് പാലക്കാട്. അതൊക്കെ ഉണ്ടോ? നമ്മൾ ഈ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? കോൺഗ്രസിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 2 പ്രശ്നമുണ്ട് അവിടെ. രാഹുൽ മാങ്കൂട്ടത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. ഇവിടെ നിന്ന് അടൂർ സ്വദേശി അവിടെ പോയതിൻ്റെ ഒരു പരിമിതി, പത്തനംതിട്ടക്കാരൻ അവിടെ പോയതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. പിന്നെ അദ്ദേഹം ഈ പത്മജ വേണുഗോപാലിൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും, കുറച്ചുണ്ടാക്കും. കാരണം ഇയാളെ പോലെയാണ്, നമ്മുടെ ഈ സന്ദീപിനെ പോലെയാണ്. ഒരിക്കലും എന്ത് പറയാൻ പാടില്ലായിരുന്നു, കരുണാകരൻ്റെ ഭാര്യയെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ കോൺഗ്രസ് ഒന്നുമല്ല. രാഹുലിന് കരുണാകരൻ ആരെന്ന് അറിയില്ലായിരിക്കും. കരുണാകരൻ്റെ ഭാര്യയെ പറയാൻ പാടില്ല, അമ്മയെ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചർ, അവരൊന്നും പറയാൻ പാടില്ല. കാരണം എന്നറിയാമോ, ഇയാൾ മനസ്സിലാക്കേണ്ടത്, ഇയാൾ നാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കല്യാണം കഴിച്ചിട്ടില്ല ഇയാൾ. നമ്മൾ സന്ദീപ് കല്യാണം കഴിച്ചിട്ടുണ്ട്, അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, അല്ല കഴിക്കും ഭാവിയിൽ. മാവലാനിക്ക് അയാൾ മനസ്സിലാക്കണം, അയാൾ നേതാവാകുമ്പോൾ, അയാൾ വലിയ നേതാവാകുമല്ലോ നാളെ, അത് ഭാര്യയുടെ ത്യാഗം കൂടിയാണ്. നമ്മളത് മനസ്സിലാക്കുക. ഒരു തിരിച്ചുമുണ്ട്, ഒരു സ്ത്രീ നേതാവാകുമ്പോൾ ഒരു ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗം കൂടിയുണ്ട്. വിവാഹം കഴിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കല്യാണിക്കുട്ടി അമ്മയുടെ അവർ ഉറക്കൊഴിഞ്ഞിരുന്നും അല്ലാതെയും വീട്ടിൽ വരുന്നവർക്കെല്ലാം ഫുഡ് കൊടുത്തും വേറൊരു സംവിധാനമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മയെ പറയാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു സീനിയർ നേതാവ് പറഞ്ഞാലും പിന്നെ നമുക്ക് കുഴപ്പമില്ല. ആ സമകാലികരായ ഒരു സീനിയർ നേതാവ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞാലും പൊറുക്കാം. പക്ഷെ ഒരു ജൂനിയർ നേതാവ്, ഒരു പയ്യൻ ചെറുപ്പക്കാരൻ വന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് അച്ഛനെയും അമ്മയും പറയാൻ പാടില്ല. അത് ചിലപ്പോൾ കുറച്ച് സ്ത്രീകളെങ്കിലും എന്ത് ചെയ്യും, മാറി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് മുരളീധരൻ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനായി പ്രചരണത്തിനായി എത്തിയിട്ട്, പക്ഷെ അദ്ദേഹത്തിന് എത്താതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ അദ്ദേഹം, ഇങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ വരുമായിരുന്നു. പിന്നെ മുരളീധരൻ്റെ പേരും അവിടെ കേട്ടു ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക സംഘർഷം ആർക്കുണ്ട്? മുരളീധരനുണ്ട്. അതും റിസൾട്ടിൽ വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ കുറേ ബന്ധങ്ങളുണ്ട്, പഴയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് മുരളീധരൻ്റെ ഈ ഒരു സൈലൻസും, ഒരു പ്രാവശ്യമല്ലേ അവിടെ പോയുള്ളൂ, ഈ ഒരു സൈലൻസും ചിലപ്പോൾ ഇലക്ഷനിൽ ഒരു അണ്ടർ കറൻസ് വരാം. പത്മജയുടെ ഈ ഒരു ഇപ്പോൾ വന്ന ഇങ്ങനെ പറഞ്ഞ ടി വി പറഞ്ഞതുമൊക്കെ, ചാനലിൽ പറഞ്ഞതുമൊക്കെ ചിലപ്പോൾ ഒരു അണ്ടർ കറൻസ് കുറച്ച് പേരെങ്കിലും വരാം. പിന്നെ ഇയാൾ ഇവിടെ നിന്ന് പോയതിൻ്റെ പ്രശ്നങ്ങൾ വരാം. അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കോൺഗ്രസിന് സ്ഥിരമായി കിട്ടുന്ന അതിനകത്ത് ചിലപ്പോൾ സാധ്യത, ചിലപ്പോൾ ചെറിയ, അതുകൊണ്ട് പാച്ചപ്പ് ചെയ്യാനും കൂടെ ആയിരിക്കും സന്ദീപ് ഇവിടെ പോയത്. പാണക്കാടൊക്കെ പോയി. ഞാൻ മുത്തുക്കോയ ജിഫ്രി തങ്ങൾ മുത്തുക്കോയ നമ്മളെ പോയി കണ്ടു. ഞാൻ പഴയ സംഘീയ അല്ല, അല്ലെങ്കിൽ സംഘപ്രവർത്തകരെ അല്ല, BJP അല്ല, ഞാൻ സമ്പൂർണ്ണമായി എന്ത് ചെയ്തിരിക്കുകയാണ്, എല്ലാ മറ്റവർ പറയുന്ന ഭാഷയിൽ വർഗീയതയല്ല, അവർ പറയുന്ന ഭാഷയിൽ വർഗീയതയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇതിലങ്ങ് ലയിച്ചിരിക്കുകയാണ്, സമ്പൂർണ്ണ ലയനമാണ് എന്ന് വരുത്തി തീർക്കാൻ കൂടിയാണ് അവിടെ പോയത്. പക്ഷെ അങ്ങനെ പോയതുകൊണ്ടൊന്നും ജനങ്ങളെ മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൂടുതൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവത്തേ ഉള്ളൂ. മനസ്സിലായത്? ഇയാൾ മാറിയെങ്കിലും അപ്പുറത്ത് പോയ എന്തിനെന്നുള്ള രീതിയിൽ വേറെ ചില വോട്ടുകൾ ചിലപ്പോൾ തിരിച്ചടിക്കും. സരിനിലേക്ക് വരികയാണെങ്കിൽ LDFന്റെ സ്ഥിതി എന്താണ് അവിടെ? LDFന്റെ സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കാലുമാറിയല്ല, പാർട്ടി മാറി വന്നതിൻ്റെ ഒരു പരിമിതി ഉണ്ട്, സരിനുണ്ട്. അതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ LDFന് വലിയ സ്വാധീനമൊന്നുമില്ല. കാരണം തുടർച്ചയായി തന്നെ അവർ മൂന്നാം സ്ഥാനത്തേ പോകുന്നു. ഇപ്പം ആകപ്പാടെ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ക്രോസ് വോട്ടിംഗ് അനുസരിച്ചിരിക്കും അവിടുത്തെ ജയം. എന്ന് പറഞ്ഞാൽ 3 പാർട്ടി ഉണ്ടല്ലോ, ഏതെങ്കിലും 2 പാർട്ടികൾ തമ്മിൽ എന്ത് നടക്കും, അവിടെ അന്തർധാര ഉണ്ടാവും. അതനുസരിച്ച് ആളുകൾ ജയിക്കും. ഈ അന്തർധാര നമുക്കറിയത്തില്ല. കാരണം 3000-4000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിലാണ് ഒരു മണ്ഡലം കിടക്കുന്നത്. അതിനകത്ത് 2000 വോട്ട് മറിഞ്ഞാൽ കഥ മറിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ 2000 വോട്ടെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ 8 പഞ്ചായത്തുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൽ 10-100 വോട്ട് വെച്ച് മറിക്കാൻ പറ്റിയാൽ മൊത്തം സിസ്റ്റത്തെ മറിക്കാം. കാരണം ചെറിയ തിരഞ്ഞെടുപ്പല്ലേ, വലിയ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അന്തർധാരകൾ നമുക്ക് കാണാം, വരും ദിവസങ്ങൾ കാണാം. ആരുടെ വോട്ടാണ് കുറയുന്നത്,
ഓരോ ചേരികളിൽ പരമ്പരാഗത വോട്ട് ആരുടേത് കുറയും, ആർക്ക് കൂടും, അതനുസരിച്ചായിരിക്കും പാലക്കാടിൻ്റെ വിജയം വരുന്നത്. പക്ഷേ പാലക്കാട് തിരഞ്ഞെടുപ്പ് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു അശ്ലീല, ജനാധിപത്യത്തിലെ ഒരു അശ്ലീല തിരഞ്ഞെടുപ്പ് പോലെ തോന്നുന്നു. കാരണം ഒരു അനാവശ്യം, അൺനെസസറി, സമയത്ത് അത് ആവശ്യമില്ല. പിന്നെ ഇവരെല്ലാം കൂടെ വന്നത് ഒരുപാട് വിവാദമാക്കി. അതിനകത്ത് എല്ലാവരും കൂടി റെയ്ഡൊക്കെ യാതൊരു ഒരു പുക പോലെ പോയില്ലേ. റെയ്ഡ് നടത്തിയിട്ട് അവസാനം ഒരു തെളിവൊന്നുമില്ലാതെ റെയ്ഡ്, പിന്നെ ആകെ ഒരു അലുമ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു കളമായിട്ടാണ്. ഒരു സീരിയസ് ആയ ഒരു വിഷയം അവിടെ എന്ത് ചെയ്തില്ല, ചർച്ച ചെയ്തില്ല. ഒരു പൊളിറ്റിക്കൽ വിഷയം അവിടെ ചർച്ച ചെയ്തില്ല. പാലക്കാട് തിരഞ്ഞെടുപ്പിന് ചർച്ച ചെയ്തില്ല. അവിടെ ചർച്ച ചെയ്ത ചുമ്മാ നുണയും കുണ്ടണിയും കുശുമ്പും കുന്നായ്മയും കാലുമാറ്റവും പകരം വയ്ക്കൽ, അങ്ങനെയുള്ള അലുമ്പ് കാര്യങ്ങൾ ചർച്ച ചെയ്ത ഒരു അലുമ്പ് തിരഞ്ഞെടുപ്പാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.